അതിദാസി എന്ന് ആദ്യം പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ വെറും ഒരു പണിക്കാരത്തി മുണ്ട് മുക്ക പാത്രം കഴുകി അടിച്ചു വരിക തുടക്കിയ ഈ ജാതി പണിക്കാരത്തി അല്ല. പിന്നെ എന്താ അത് പണിയെടുക്കാനായിട്ട് വന്നോളല്ല, കൈകയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടുന്ന് അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന്. അപ്പം ആ ഒരു കുട്ടിയെ നമ്മൾ അന്യക്ക് വെള്ളിയഴിച്ച് കൊടുക്കുമ്പോൾ രാജകുമാരിമാരൊക്കെ ആകുമ്പോഴേ ആ കുട്ടിക്ക് അവിടെ ചെല്ലുമ്പം ഒരു പരിചല്യായ ഉണ്ടാവും. എന്താ കാരണം? ആരുമില്ല, അമ്മയില്ല കൂടെ, അച്ഛനില്ല കൂടെ, ഒന്നും ഇല്ലല്ലോ. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ നമ്മുടെ ഇവിടുന്ന് കൂടെ ആരും കൊടുത്തയക്കൊന്നുമില്ല. ഇതിനെ കൊടുത്തയച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല. അതിൻ്റെ കൂടെ വേറെ ആരെയും കൊടുത്തയക്കാൻ നമ്മുടെ അടുത്ത് അങ്ങനെ പണിക്കാരൊന്നും ഉണ്ടാവുമൊന്നുമില്ല. യുവോ എന്നാൽ സാധാരണക്കാർക്കൊന്നും പതിവില്ല. ഇപ്പം രാജ്ഞിമാരൊക്കെ ആകുമ്പോൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? ഈ പെൺകുട്ടിക്ക് അവിടെ ചെന്നാലും ഒന്ന് എടുക്കുമോ വെക്കുമോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ, അതിന് പല്ലേക്കാനുള്ള ബ്രഷ് എവിടെയുള്ളത്, സോപ്പ് ഉണ്ടോ ഇവിടെ, അല്ലെങ്കിൽ കുളിക്കാൻ എന്തിയാണോ പോകേണ്ടത്, കുളക്കടവയ്ക്ക് പോവുക, എതിയ പോവുക, അവിടെ പാമ്പുണ്ടോ, പാമ്പുണ്ടെങ്കിൽ വിളക്ക് പിടിക്കാൻ ആൾ വേണ്ടേ, അതിന് താളിയുടെ കിണ്ണ ആരാ പിടിക്കുക, മുണ്ടാര് കയ്യിൽ വയ്ക്കും. അവിടെ ഇപ്പം ഉണ്ടാവും ആൾക്കാർ. എന്നാലൊരു ഈ കുട്ടിയുടെ മട്ടുമാതിരി നിശ്ചയുള്ളവരുണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് കുട്ടിക്ക് അവിടെ ചെല്ലുമ്പം ഒരലോഹ്യം തോന്നാണ്ടിരിക്കാൻ അച്ഛനും അമ്മയും ഇവിടുന്ന് കൂടെ കൊടുത്തയക്കണ ദാസിമാരാണ്. അപ്പോൾ ആ ദാസിയുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഈ കൈകയെ കുട്ടിക്കാലത്ത് എടുത്ത് കൊണ്ട് നടന്ന് വളർത്തി പരിപാലിച്ച കയ്യും പിടിച്ച് നടന്നൊക്കെ നടത്തിച്ചും ഇരുത്തിച്ചും മൂന്നഴിപ്പിച്ചൊക്കെ പഠിപ്പിച്ച് ഒരു അമ്മച്ചായുള്ള ദാസി ആയതുകൊണ്ടാണ് മൂഢേ ഉത്തിഷ്ഠ എണീക്കേ എന്നൊക്കെ പറയാൻ അങ്ങനെ അധികാരത്തോടെ പറഞ്ഞു. എന്നാൽ ഇത് കേട്ടിട്ട് കൈകേയിക്ക് ദേഷ്യം വരുന്നുമില്ല. ഏത് കേട്ടിട്ട്? ഈ ഭാഷ കേട്ടിട്ട് അതിൻ്റെ അർത്ഥം എന്താ? അവർ തമ്മിൽ നല്ലൊരു ബന്ധത്തിലാണെന്നർത്ഥം. ഇതൊക്കെയാണ് ഇന്ന് മനസ്സിലാവണത്. അപ്പോൾ ഉത്തിഷ്ഠമൂഢേ കിം ശേഷേ ഭയം ത്വാം അഭിവർത്തത്തെ. കേട്ടെന്നോളൂ, താൻ ഇങ്ങനെ അറിയണില്ല, പാമ്പ് മുഴുങ്ങാൻ പോവുക, അറിയണില്ല, അതിൻ്റെ മുമ്പിലിരുന്നിട്ട് ജതി കാണിക്കണതേ. ഉപപ്ലുത നഖൗഘേനക്കി ആത്മാനം എന്ന ബുദ്ധിയെ മുങ്ങാൻ പോവുക. അപ്പോൾ കേട്ടെന്നോ ഉറങ്ങണോ കണ്ടില്ലേ, പോത്ത് പോലെ. ആരെക്കുറിച്ചിട്ട്? അതല്ലേ പറഞ്ഞ, ആകെ മുങ്ങാൻ പോകുമ്പോഴും ഒരു ആലസ്യത്തിൽ ഉറങ്ങുകയാണേ. എന്താ ഉള്ള അനിഷ്ടേ, നിനക്ക് വല്ലതും കഥയുണ്ടോ? സുഭഗാകാരെ, സുന്ദരി എന്നുള്ള നാട്യത്തിൽ നടക്കുക, ഒരു കഥയില്ല മോളെ, കയ്യിൽ നിന്ന് പോയി കാര്യം എന്നും പറഞ്ഞു. ആര്? സുഭഗാകാരെന്ന്, സുഭഗ സുന്ദരി, സുഭഗാകാര സുന്ദരി സ്വരൂപിണി അങ്ങനെ പറയേണ്ട. സുഭഗയെന്ന് വിളിച്ച സുന്ദരി എന്നാണ് വിളിക്കാൻ ഉദ്ദേശിച്ച് എന്ത് വിളിച്ചാൽ മതി? സുഭഗാകാരെ, വലിയ സുന്ദരി എന്നുള്ള നാട്യത്തിൽ നടന്നോളൂ നീയേ, അതോട്ടൊന്നും കാര്യമില്ല എന്ന്. എന്തുകൊണ്ട്? ഈ കഥയോണ്ടൊന്നും ഒരു കാര്യമില്ലേ. സംഗതി കൊണ്ടുപോയി ആര്? മണ്ണും ചാരി നിന്നോൻ കൊണ്ടുപോയി. നമ്മൾ വെറുതെ ചൊറിഞ്ഞും കുത്തി ഇവിടെ നിൽക്കാന്നേയുള്ളൂ, ഒരു കാര്യമില്ല കുട്ടിയെ. എൻ്റെ ഇപ്പം പറയുന്നത് വികഥസേ അന്തലിയായ ചലം ഹി തവ സൗഭാഗ്യം നദ്യാ സ്രോത ഇവോഷ്ണഗേ. എന്തായാലും എൻ്റെ സൗഭാഗ്യമൊക്കെ ചലം പോയി, അതൊക്കെ പോയി. അപ്പം ഇത്രയും കാലം സൗഭാഗ്യം ഉണ്ടായിരുന്നു എന്നതിനൊരു തോന്നലില്ലേ? എൻ്റെ സൗഭാഗ്യം പോയി കുട്ടിയെ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അതാണ്. അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ കൈകേയി ആ പുസ്തകം അവിടെ മടക്കി അവിടെ വെച്ചിട്ട് മെല്ലെ ഇങ്ങോട്ട് എണീട്ട് മുടിയൊന്ന് പിന്നാക്കം നീക്കിയിട്ട് കൈ ഊരക്കിങ്ങനെ കൊടുത്തൊന്ന് നേരെ ഇരുന്നിട്ട് ചോദിച്ചു, എന്താ കുബ്ജ നിനക്ക് പറ്റിയത്? അവിടെ ഊണ് കഴിക്കണമെങ്കിൽ തിക്കും തിരക്കൊക്കെ ഉണ്ടായോ? എന്തപ്പോൾ നിനക്ക് ഇത്ര വന്തല്ലായ? കഴിച്ചില്ലേ നീ? ആഹാരം ഒന്നും കഴിച്ചില്ലേ? എന്താ ഒരു 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 കഥയില്ലാത്ത ജാതിയിൽ വർത്തമാനം പറയണത്? കൈകേയി ചോദിച്ചു. വല്ലാതെ വിഷമിച്ച് നിൽക്കുക മുഖാണ് ആരുടേത്? മന്ധരയുടേത്. കൈകേയിക്ക് അങ്ങനത്തെ വിഷമമൊന്നുമില്ല. കൈകേയി നല്ല സന്തോഷമായിട്ടിരിക്കുന്നത്. വിഷണ്ണവദനാം ഹിത്വാം ലക്ഷയേ ഭൃശദുഃഖിതാം. എൻ്റെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി എന്തോ ഒരു കലശലായ വിഷമം എൻ്റെ ഉള്ളിലുണ്ട്. എന്ത് ദുഃഖം എന്ന് എനിക്ക് എത്ര മനസ്സിലായി. ദുഃഖം എന്താ കുട്ടിയെ? അവരോട് ചോദിച്ചു മന്ധരയോട്. മന്ധരാത്ത് വചശ്രുത്വ അതും കണ്ട് കേട്ടപ്പോൾ മന്ധര എന്ത് ചെയ്തു? വളരെ സൗമ്യമായിട്ട് മധുരാം വാചം തൻ്റെ നേരെ ദേഷ്യപ്പെട്ട് മന്ധര വന്നപ്പോഴും വളരെ സൗമ്യമായി സ്നേഹത്തോടെയൊക്കെയാണ് ആര് സംസാരിച്ചത്? കൈകേയി തിരിച്ച് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ആർക്ക് ദേഷ്യം ഒന്നും കൂടി. ഇപ്പം നമ്മൾ ആരോടെങ്കിലും ദേഷ്യപ്പെടുമ്പം അയാൾ നമ്മളോട് വളരെ നല്ല ഭാഷയെ പറഞ്ഞാൽ നമുക്ക് എന്ത് കൂടും? ഒന്നും കൂടി കൂടുന്നത് എന്ത് ദേഷ്യം. നമ്മളൊരുത്തനെ 4 ചീത്ത വിളിച്ചു, അപ്പം ഒരു 16 ചീത്ത ഇങ്ങോട്ടും വിളിച്ചു, നമുക്കൊരു സമാധാനമായി. എന്താ കാരണം? കൊടുത്തത് കിട്ടിയില്ലോ, സന്തോഷാണേ. ശരിയല്ലേ? ഇത് കൈകേയിയുടെ നേരെ മുഷിഞ്ഞിട്ട് ദുഷ്ടവാക്ക് പറഞ്ഞപ്പോഴും കൈകേയി ഇങ്ങോട്ട് നല്ല വാക്ക് പറഞ്ഞപ്പം ഒരു രൂപം കിട്ടണില്ല. അപ്പോൾ പറഞ്ഞു, മന്ധരയ്ക്ക് വീണ്ടും ദേഷ്യമൊന്ന് കണ്ണൊക്കെ അങ്ങോട്ട് ചുമപ്പിച്ചിട്ട് മന്ധര പറഞ്ഞു, സാ വിഷണ്ണതര ഭൂത്വ കുബ്ജാതസ്യ ഹിതൈഷിണി. അതാണ് കൈകേയിയുടെ ഹിതൈഷിണീന്ന്. ഹിതൈഷിണി ചെന്തർത്ഥം? കൈകേയെ പ്രിയമായ വാക്ക് പറഞ്ഞ് സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കണവളല്ല ആര്? മന്ധര. പ്രിയൈഷിണിയല്ല,
ഹിതൈഷിണിയാണ്. എന്താ ഹിതൈഷിണി? ഇത്തിരി പ്രിയം കുറഞ്ഞാലും തൻ്റെ കൈകൈക്ക് ഗുണം ഉണ്ടാവണം എന്ന് മോഹിക്കണോളാണ് ആര്? അതാണ് ഹിതൈഷിണി എന്ന് പറഞ്ഞത്. ആ ഹിതൈഷിണി പറയും ചെയ്തു വെച്ചാൽ നോക്കൂ, എന്താ കൈകൈ എന്നോട് ഞാൻ പറയാം, നോക്കൂ എല്ലാ കാര്യങ്ങളും കയ്യിൽ നിന്ന് പോയി, നീ അറിഞ്ഞോ കാര്യം? നാളെ രാവിലെ രാമനെ മഹാരാജാവേ രാജാവായിട്ട് വാഴിക്കാൻ പോവുകയാണ്, അറിയോ നിനക്ക്? അറിയോ വല്ലതും അറിഞ്ഞോ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. കൈകൈ അതിങ്ങോട്ട് കേട്ടപ്പോൾ അങ്ങോട്ട് എണീട്ടിരുന്നിട്ട്, സത്യം നീ പറയണത്? ഊവെന്ന സത്യമാണെന്ന്. മറ്റുള്ള കണ്ണുരുട്ടിയിട്ടാ പറയുന്നത്. എന്ത് മന്ദര ദേഷ്യമൊക്കെ കണ്ണൊക്കെ നല്ല വലുതായി വന്ന്, കൈകൈ ആണെങ്കിലോ സന്തോഷം കൊണ്ട് കണ്ണിങ്ങോട്ട് വിടർന്നിട്ട്, നീ പറയുന്നത് സത്യ? ഉവ്വാ, എനിക്ക് തോന്നുന്നില്ല, നീ നോണ പറഞ്ഞതിനെ പറ്റിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഉവ്വല്ലേ? വല്ലാത്തൊരു സന്തോഷം, എൻ്റെ രാമൻ നാളെ രാജാവാൻ പോവുക എന്നാ പറഞ്ഞത്. നന്നായി, സന്തോഷമായി കേട്ടോ. ഈ കൈകൈ എന്ത് ചെയ്തു? കൈകൈയുടെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു. പണ്ട് ദശരഥൻ ഈ കൈകൈയെ ദശരഥൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകും ഓരോ ദിക്കിലേക്ക്. അപ്പം നല്ല നല്ല മാലയൊക്കെ ആർക്ക് വാങ്ങി കൊടുക്കും? കൈകൈക്ക്. പിന്നെ ദുബായിൽ അവിടെ ഇവിടെയൊക്കെ പോയി വരുമ്പോൾ നല്ല മാല കണ്ട വാങ്ങിക്കൊണ്ടുവന്ന് ആർക്ക് കൊടുക്കും? കൈകൈക്ക്. അവർക്ക് കൗസല്യക്കൊക്കെ കാപ്പാവൻ്റേത് ആ നൂലുമ്പോൾ കോർത്തതൊക്കെ പതിവുള്ളൂ. അങ്ങനെയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, എവിടെയും പോയി പറയേണ്ട അതൊന്നും. ഏതാണ്ട് ഒരു മട്ടുമാതിരിക്ക് അങ്ങനെ ആവണം എന്നാ തോന്നണത്. എന്താ കാരണം? കൈകൈയുടെ കയ്യിൽ നല്ല മാലയൊക്കെ ഉണ്ട്, കൗസല്യയുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടെന്നൊന്നും ഇവിടെ പറഞ്ഞില്ലേ? ഉണ്ടാവും, ഇല്ല എന്നല്ല. എന്നാലും കൈകൈക്ക് നല്ല ഭംഗിയുള്ളത്. രാജാവ് ആ വെള്ളയമ്മിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റേ എന്താ വിശേഷമായി മുത്തു പതിച്ചിട്ട് കല്ല് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ വലജാതി അങ്ങനത്തെ നല്ലൊരു മാല ഉണ്ടായിരുന്നു. ആ മാല എപ്പോഴും കൈകൈ എന്ത് ചെയ്യും? കഴുത്തിലിട്ട് നടക്കാം. വലിയ കേമായ മാലയാണ്, രാജാവ് വിശേഷമായിട്ട് കൊടുത്ത മാലയാണ്. അതെപ്പോഴും കഴുത്തിലിട്ട് നടക്കും. ആ മാല പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഇനി പലമാര തുറന്ന് അത് വേണോ ഇത് വേണോ എന്നൊക്കെ നോക്കുമ്പോൾ അതിനൊന്നും ക്ഷമ ആർക്കുണ്ടായില്ല. ഈ സന്തോഷം കൊണ്ട് കൂടിയാൽ നമ്മൾ എന്താ കൊടുക്കുക എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരെ നിന്നിട്ട് സന്തോഷിപ്പിച്ചോളൂ. എന്താ കാരണം? സന്തോഷം വന്നാൽ നമ്മൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുക്കും. പിന്നെ സന്തോഷം കഴിയുമ്പോഴാണ് മനസ്സിലാവുക അത് പോയി എന്ന്. ഏത് അങ്ങനെയൊക്കെ തോന്നില്ലേ? ഇതല്ലേ സന്തോഷം കൊണ്ട് വന്നപ്പോൾ കൈകൈ തൻ്റെ കഴുത്തിൽ മാല ഇങ്ങോട്ട് ഊരിയിട്ട്, എൻ്റെ കുട്ടിയെ എനിക്ക് സന്തോഷം കൊണ്ട് വയ്യേ, എന്തൊക്കെ പിടിച്ചോളൂ താൻ എന്ന് പറഞ്ഞ് ആർക്ക്? കുബ്ജായി ഏകമാഭരണം ദത്വാ കുബ്ജായൈ പ്രദദൗ ശുഭം. മഹാകേമായ ഒരു ആഭരണം, ഒരു മാല ഊരിയിട്ട് ആർക്ക് കൊടുത്തു? കുബ്ജായി മന്ധരയ്ക്ക് കൊടുത്തു. മന്ധരയാണെങ്കിലോ ആ മാല ഇങ്ങോട്ട് വാങ്ങിയിട്ട് മാല കൊടുത്തപ്പോൾ എന്താ നല്ല വിലയുള്ള മാല, അത് പണയം വെച്ചാൽ മതി. എന്തിന്? വിൽക്കൊന്നും വേണ്ട. എത്ര കാലത്തേക്ക് എന്തൊക്കെ ഉണ്ടാകുമ്പോൾ എത്ര വേണമെങ്കിൽ അത്രയ്ക്ക് വില പിടിച്ച വസ്തുവാണ്. രാജകുമാരിമാർ രാജ്ഞിമാർ രാജാവിൻ്റെ ബന്ധപ്പെട്ട ആളുകളൊന്നും നമ്മുടെ മാതിരി കാൽപ്പവനും അരപ്പവനൊന്നുമില്ല. അവർ വലിയ വലിയ വിലയുള്ള വസ്തുക്കളല്ലേ അണിയുക. അപ്പം അതുകൊണ്ട് അത് നേരിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ്. വല്ലാത്ത കേമത്തം തന്നെ. രാമേ അപ്പോൾ പറയും ചെയ്തു, എൻ്റെ കുബ്ജേ, എനിക്ക് എന്നോടെ രാമകുമാരനോളം എന്ത് എന്നോട് രാമകുമാരനോളം സ്നേഹം ആരോടാണുള്ളത് എനിക്ക്? ആ ഉണ്ണി എപ്പോഴും ഇവിടെ വരും, രാവിലെ വരും. അമ്മേ നമസ്കരിക്കണോ ഉണ്ണിയെ? നന്നായി വരട്ടെ, അനുഗ്രഹിക്കും. എന്ത് കിട്ടിയാലും ആ കുട്ടി കൊണ്ടുവന്ന് കൈകൈ ചിറ്റക്കെ ആർക്കാ കൈകൈ ചിറ്റക്കാണതെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ ഉണ്ണി എന്ത് കിട്ടിയാലും ഒരു ഭാഗം അവിടെ മാറ്റി വയ്ക്കും. ഈ നാട്ടിലില്ലെങ്കിലും ഇത് ചിറ്റയ്ക്ക്, ഇത് അമ്മയ്ക്ക്, ഇത് ചെറിയ ചിറ്റയ്ക്ക്. അതേതാ ചെറിയ ചിറ്റ? മറ്റേ ചിറ്റയില്ലേ? അങ്ങനെ മാറ്റി വയ്ക്കും. എന്തൊരു നല്ല സ്വഭാവം ആ കുട്ടിക്ക്. എപ്പോഴും ഇവിടെ വരും. ചെറിയമ്മേ എന്നും പറഞ്ഞ് ഇങ്ങനെ എൻ്റെ വേഷ്ടിത്തലയും പിടിച്ചേ നടക്കുള്ളൂ. ആര്? ആ ഉണ്ണി. അങ്ങനെയാണ്. ചിലപ്പോൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് ഉണ്ണ അങ്ങനെയുണ്ട്. എന്തൊരു സ്നേഹ കുട്ടിക്ക്. ആ ഉണ്ണി രാജാവണമെന്നൊക്കെ ഞാൻ മോഹിച്ചതാ. ഇല്ലേ ഇപ്പം നേരം വെളിച്ചാവണ്ടേ അതൊന്ന് കാണണമെങ്കിൽ? 3:15 ആവണേ ഉള്ളൂ. ഇത് കേട്ടപ്പോഴേക്ക് മറ്റോളക്കാണെങ്കിൽ ഇങ്ങനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച മാതിരി. എന്ത് കത്തുകയാണ് ജോലിക്ക്? താൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിപരീതമാണ് ഇവിടെ ചെല്ലണത്. എവിടെ ചെല്ലണത്? അങ്ങനെയുണ്ടല്ലോ വല്ലാത്ത ജാതി. പറയും ചെയ്തു, രാമേവാ ഭരതേവാഹം വിശേഷം നോപലക്ഷയേ. രാമനോടോ ഭരതനോടോ എനിക്കൊരു വിശേഷം ചില വ്യത്യാസം എനിക്കില്ല. ഇത് രാമൻ മോശം, ഭരതൻ കേമൻ, അല്ലെങ്കിൽ ഭരതൻ മോശം, അങ്ങനെയില്ല. എനിക്ക് എൻ്റെ ഭരതൻ തന്നെയാണ് എൻ്റെ രാമൻ, എൻ്റെ രാമൻ തന്നെയാണ് എൻ്റെ ഭരതൻ. മറ്റേ ഉണ്ണി പോയിട്ട് എത്ര കാലമായി? ഇപ്പോഴും അമ്മേ എന്ന് വിളിച്ചാരാ കൂടെ നടക്കണത്?
ആര്? ഈ ഉണ്ണിയനെ. അതുകൊണ്ട് ഭരതൻ ഇവിടുന്ന് പോയി എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്താ കാരണം? അതിനേക്കാളും ഗേമായിട്ട് ആരെവിടെ ഉണ്ടാവും എപ്പോഴും? രാമൻ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പം എന്താ പറയാനാണ്? തസ്മാൽ തുഷ്ടാസ്മി യദ് രാജാരാമം രാജ്യേഭിഷക്ഷ്യതി. അതുകൊണ്ട് എനിക്ക് ഈ രാമനെ രാജാവാക്കണോന്ന് കേട്ടപ്പം എന്താ നിശ്ചല്യ കുട്ടിയെ, വല്ലാത്തൊരു സന്തോഷം. മാല കഴുത്തിൽ ഇട്ടോളൂ ഇട്ടോ ആരോട് പറഞ്ഞു? മന്ധരയോട്. ഇതങ്ങോട്ട് കേട്ട മന്ധര ഒന്ന് നിന്ന് ശ്വാസം ഒന്ന് വലിച്ചു. മന്ധരയ്ക്ക് ഇങ്ങോട്ട് സഹിച്ചില്ല. മന്ധര എന്തേ ചെയ്തു വെച്ചാൽ നോക്കൂ, മന്ധരാതോ അഭ്യസൂയൈനാം ഉത്സൃജ്യാഭരണം ചതത്. മന്ധര കഴുത്തിലിടാൻ തന്ന മാല എടുത്തിട്ട് ആ മുറിയുടെ മൂലയിലേക്ക് ഒരു ഒറ്റ അങ്ങോട്ട് കൊടുത്തു. അമ്പോ, രാജ്ഞിമാരൊക്കെ വല്ലതും തന്നാൽ അതൊന്നും എറിയാനൊന്നും എറിയ വീട്ടിൽ കൊണ്ടുപോയി എറിയണതിന് കുഴപ്പമില്ല, രാജ്ഞി കാണാതെ. ഇതാ മുമ്പിൽ എന്നെ വെച്ച് എറിയെന്നൊക്കെ പറഞ്ഞ് അത്രയ്ക്ക് നിന്ദിച്ചു എന്നല്ലേ അർത്ഥം. എറിഞ്ഞു. ആരെറിഞ്ഞു? മന്ധര മാല അങ്ങോട്ട് എറിഞ്ഞു. അപ്പോഴേക്ക് എന്നിട്ട് പറയുകയും ചെയ്തു, ഹൗ ഹർഷം കിമർത്ഥമാസ്ഥാനെ. നോക്കൂ, അസ്ഥാനത്ത് സന്തോഷിക്കുന്നതാണ് എൻ്റെ ദുരിതം. എന്താണ്? അസ്ഥാനത്ത്. നമ്മൾ സ്ഥാനത്തും കാലത്തും സന്തോഷിക്കുക വെച്ചാൽ തരക്കേടില്ല. അസ്ഥാനത്ത് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു വയ്യായി അല്ലേ? സന്തോഷിക്കാൻ പാടില്ലാത്തതായ സന്ദർഭത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല സമ്പ്രദായമല്ലേ? അതപ്പോൾ ഇവിടെ പറഞ്ഞത് അസ്ഥാനത്താണ് നീ സന്തോഷിക്കുന്നത്. ശോകസാഗര മധ്യസ്ഥാം ആത്മാനം നാവ ബുദ്ധ്യസേ. നീ ഇപ്പം വീഴാൻ പോകുന്നത് ദുഃഖക്കടലിന് നടുക്കാണിപ്പം നീ ഇരിക്കണത്, നീ മനസ്സിലാക്കണില്ല. ആര് പറഞ്ഞു? മന്ധര പറഞ്ഞു. അപ്പോഴും ചോദിച്ചു, എന്താന്ന് എനിക്ക് ഇത്ര വിഷമം? രാമനോട് എന്താന്ന് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട്? എന്താന്ന് എന്നോട് രാമൻ ചെയ്തത്? എന്ത് രാമൻ രാജാവാവണേ നീ ഇങ്ങനെ വിഷമിക്കണത് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴല്ലേ പറഞ്ഞത്, ഇല്ലേ രാമൻ്റെ ഗുണങ്ങളൊക്കെ നീ തന്നെയല്ലേ പറയാറ് പലപ്പോഴും. എന്നിട്ട് ജാതി വർത്തമാനം പറയുന്നു. രാമോ രാജ്ഞസ്വതോ ജ്യേഷ്ഠോ യൗവരാജ്യമതോർഹതി. ഇല്ലേ, നീയൊന്ന് ആലോചിച്ച് നോക്കൂ, രാജാവിൻ്റെ മൂത്ത മകനാണ് ആര്? രാമൻ. ആ രാമനല്ലേ രാജാവേണ്ടത്? അതല്ലേ സമ്പ്രദായം. പിന്നെ താൻ ഇങ്ങനെ നിലവിളിച്ച് കരയണത് ചോദിച്ചു. പറയുകയും ചെയ്തു, ഭ്രാതൃൻ ഭൃത്യാമിഷ്ട. ഇല്ലെങ്കിലും രാമന് എന്തോ ഒരു സന്തോഷ, അനിയന്മാരോടൊക്കെ എന്തോ ഒരു സ്നേഹമാണ്, ഭൃത്യന്മാരെ കൊട്ടാരത്തിലുള്ള പണിക്കാരോടൊക്കെ എന്തോ ഒരു കാര്യമാണ്, മന്ത്രിമാരോടൊക്കെ എന്തോ ഒരു ബഹുമാനം, അവരോട് എന്തോ ഒരു പ്രാപ്തിയാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. മാത്രമല്ല സന്തപ്യസേ കഥം കുബ്ജയ് ശ്രുത്വ രാമാഭിഷേചനം. എന്നിട്ട് നീ എന്ത് ഈ ദുഷ്ടത്തരം കാണിച്ചിട്ട് ഈ ഇത്ര ഉത്തമനായ രാമൻ്റെ കാര്യം ചിന്തിച്ചിട്ട് ഇജാതി ദുഷ്ടത്തരം പറഞ്ഞ് കോപിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നത്? എന്താ നിനക്ക് വയ്യായ? ഏയ് നന്നായില്ല കേട്ടോ, നന്നായില്ല. ആര് പറഞ്ഞു? ഒരു കാര്യം മനസ്സിലായി, ഈ ജാത്യ വലിയ അപകടകാരിയൊന്നുമല്ല. ജാത്യാചാർത്തം എന്താ? ജന്മം കൊണ്ട് ദുഷ്ടത്തിയൊന്നുമല്ല. ആര്? കൈകൈ. പിന്നെന്താ പറയുക, ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും എന്ന് കേട്ടിട്ടില്ലേ? ആ പൂമ്പൊടി കൊണ്ടുണ്ടായ വിഷമാണ് ആർക്ക്? സംസർഗദോഷാണേ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഈ എത്ര നല്ലവനായിട്ടും വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ ഏതിൻ്റെങ്കിലും കൂടെ മോശമായി അതിൻ്റെ കൂടെ കൂടണു വെച്ചാൽ നമ്മൾ എന്തായിട്ട് തീരും? കുറേശ്ശെ നമുക്കിപ്പോൾ നല്ല സമ്പ്രദായം മട്ടും മാതിരിയും കെട്ടും മട്ടുമൊക്കെ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് ദിവസം മറ്റവൻ്റെ കൂടെയാണ് കൂട്ടുകെട്ടും നടത്തും വെച്ചാൽ എന്തായിട്ട് തീരും? അതാണ് ഈ ചീത്തത്തം നമുക്ക് വേഗം പകർന്ന് കിട്ടിയിട്ട് നാശത്തിനായിട്ട് തീരെ. നന്മ പകരാൻ അത്ര വേഗം പകരില്ല. ചീത്തത്താണോ പകര്? അടുത്തിരിക്കണവൻ്റെ ആരോഗ്യമാണോ പകരുക, രോഗമാണോ പകരുക? നല്ല തടിയും എടുക്കുള്ളൂ. നമ്മൾ ചാരിയിരുന്നു പകരട്ടെ, നമുക്ക് കുറച്ച് കുറവാണല്ലോ. എന്ത് ഇപ്പോൾ നമ്മൾ ചാരിയിരുന്നു, അദ്ദേഹത്തിനെ ഇങ്ങോട്ട് പകരട്ടെ. പകർന്നത് എന്താണെന്നറിയോ? നമ്മൾ 2 കൊല്ലം മുമ്പ് കൊണ്ടാടിയതാ പകർന്നത്. ഇത് തിരുവോണമല്ല. തിരുവോണം എന്നാണ് കേട്ടത്. ഇപ്പൊക്കെ തിരുവോണം പോലെ ആയി ഇല്ലേ? അങ്ങനെയാണ്. ആ ജാതി സാധനമൊക്കെ പകർന്ന് കിട്ടിയ ചത്തുപോവില്ലേ? അപ്പം ദണ്ണം ദുരിതമൊക്കെയാണ് പകർന്ന് കിട്ടുക. നന്മ പകരാൻ പിന്നെയും കുറേ സമയമെടുക്കും, പെട്ടെന്നൊന്നും പകരില്ലേ. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത് എപ്പോഴും, സംസർഗം നന്നാക്കണം എന്ന്. സംസർഗം മോശമായാൽ എന്തിൽ നന്മ ഉണ്ടായിട്ട് ഒരു ഗുണവും ഇല്ല. അതുകൊണ്ടാണ് പണ്ട് പറയാറില്ലേ, ഒരുത്തൻ്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവനോടൊന്നും ചോദിക്കേണ്ട, അവൻ്റെ കൂട്ടുകാരനാരാ നോക്കിയാൽ മതി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമുക്ക് പറ്റിയ ആൾക്കാരുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കൂട്ടുകൂടുള്ളൂ. നമ്മൾക്ക് ഏതാണ്ട് പറ്റിയ സ്വഭാവം അല്ലെങ്കിൽ ആ സമ്പ്രദായമുള്ള. ഇപ്പോഴങ്ങനെ ഈ സമാന സമ്പ്രദായക്കാർ തമ്മിലുള്ള കൂട്ടുകെട്ടുണ്ടാവുക. ഈ വെറ്റില മുറുക്കണവരെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? 2 മുറുക്കാൻകാരെ കണ്ടാൽ ഒന്ന് ഉത്തരേന്ത്യക്കാരൻ ബംഗാളിയും ഒന്ന് മലയാളി, പിന്നെ വേറൊരു കൊലയാളി. 3 ആൾ 3 ജാതി സമ്പ്രദായക്കാരാണ്. പക്ഷെ അവർ തമ്മിൽ ആ തിണ്ണേമലിരുന്നിട്ട് ആ പൊതി ഇങ്ങോട്ട് അഴിച്ചിട്ടൊരു സൗഹൃദം ഉണ്ട്. ഏത് പൊതി? ഇല്ലേ? അങ്ങോട്ട് കൊടുക്കണോ ഇങ്ങോട്ട് വാങ്ങണോ, എന്നിട്ട് അങ്ങോട്ട് കൊടുക്കണോ ഇങ്ങോട്ട് വാങ്ങണോ. ഭാഷ 3 ആൾക്കും അറിയാത്തതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല എന്ന് മാത്രം. നല്ല സ്നേഹം പകരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഭാഷയൊന്നും അവിടെ വിഷയമല്ല.
ശരി, നീ വീഡിയോ വലിക്കണവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല, പോവാ കാണാനൊന്നും പോകണ്ട, കേട്ടാൽ മതി. വീഡിയോ വലിക്കണവരെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഒരുത്തം വീഡിയോ വലിച്ച് പോകുമ്പോൾ മറ്റൊരു അടുത്തേക്ക് ഇരുന്നിട്ട് നമ്മൾ അയ്യോ ഉമ്മ കൊടുത്തു എന്ന് വിചാരിച്ചു. ഉമ്മ കൊടുക്കുകയല്ല, വീഡിയോ കത്തിക്കാൻ പോയതാ. നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെ ഇങ്ങനെ പോയിട്ട് എന്താ അജാതി സ്നേഹമൊക്കെ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? അമ്മയും മക്കളും പോലും തമ്മിൽ അജാതി സ്നേഹമില്ല. ശരിയല്ലേ ഇത്? അപ്പോൾ അതാണ് സമാനം. കള്ളുകൂടിയന്മാരെ കണ്ട ആഫീസർ, വലിയ ആഫീസർ, അദ്ദേഹം വലിയ സ്ഥിതിയുള്ള ആഫീസർ. അപ്പുറത്ത് അവിടെ പ്യൂണും ഉണ്ട്. പ്യൂൺ അത്രയൊക്കെ അവരുടെ സ്കെയിലൊക്കെ നോക്കുമ്പം സ്കെയിലൊക്കെ നോക്കുമ്പോൾ നല്ലോണം വ്യത്യാസമുണ്ട്. ആഫീസറാണെങ്കിലോ സർന്നേ പറയുള്ളൂ ആഫീസറോട് പ്യൂണ്. അല്ലാതെ സർന്നല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇയാൾ സർന്ന് പറഞ്ഞ് പോണ്ടി വരും വീട്ടിലേക്ക്. എന്ത് അത്രയ്ക്കാണ് അവിടെ. എന്നാൽ രണ്ടാളും കൂടി വൈകുന്നേരം 6:15 കഴിഞ്ഞാൽ വൈകുന്നേരം രണ്ടാളും കൂടി റോഡുമെന്ന് വീരാണ്ടാക്കോ. റോഡിൻ്റെ മുകളിൽ മുണ്ടുണ്ടാവില്ല, മുണ്ട് തലയിലായിരിക്കും. എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ മുണ്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മുണ്ട് എന്ത് ചെയ്യും, അരയിന്ന് തലയിലേക്ക് കയറും. തലയിലാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും, അരയിലേക്കൊന്നും ഒരു വിവരം ഉണ്ടാവില്ല. ആഫീസറും പിയോണും കൂടി വൈകുന്നേരം ആയാൽ അവർ തമ്മിൽ നല്ല സൗഹൃദമാണ്. അവർ ഉദ്യോഗത്തിൻ്റെ നിലയിലോ ശമ്പളത്തിൻ്റെ നിലയിലോ പഠിപ്പിൻ്റെ നിലയിലോ സ്ഥാനത്തിൻ്റെ നിലയിലോ ഒന്നും ഒരു സാമ്യമില്ല. പക്ഷെ എന്തിൽ സാമ്യമുണ്ട്? സ്വഭാവം സമാനമാണ്. അതുകൊണ്ട് പറഞ്ഞതിൻ്റെ അർത്ഥം സമാനന്മാർ തമ്മിൽ നല്ല അടുപ്പുണ്ടാവും. സമാന സ്വഭാവം അല്ലെങ്കിൽ എത്ര നേരിയാക്കിയാലും അത് കൂട്ടുകൂടില്ല ആണ് സ്വഭാവത്തിലെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഏതിൻ്റെ കൂടെയാണോ കൂടുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് എന്തുണ്ടാവുക, നമ്മുടെ കൂട്ടുകെട്ടിന്. അതുകൊണ്ടാണ് ഈ ഗുണദോഷങ്ങളൊക്കെ പകർന്ന് കിട്ടുക. എങ്ങനെയാണെന്നറിയോ? സംസർഗജ ദോഷഗുണ ഭവന്തി. സംസർഗം കൊണ്ടാണ് ദോഷവും ഗുണവും ഒക്കെ നമുക്ക് ഉണ്ടാവണത്. അപ്പം നല്ല സമ്പ്രദായങ്ങൾ ഉണ്ടാവണമെങ്കിൽ നല്ലതിൻ്റെ കൂടെ കൂട്ടുകൂടണം. അല്ല മോശമാവണം എന്ത് ചെയ്താൽ മതി? മോശമായതിൻ്റെ കൂടെ കൂടിയാൽ മതി. 10,000 ലിറ്റർ പാൽപ്പായസം നമ്മൾ ആ വലിയ വാർപ്പിൽ ഉരുളിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു? ഒരു തുള്ളി മണ്ണെണ്ണ കൊണ്ടുപോയിട്ട് നമ്മൾ ആ ഉരുളിയുടെ വക്കത്ത് അവിടെ വീഴ്ത്തി. പായസത്തിലല്ല, എവിടെയാണ് വീഴ്ത്തിയത്? ആ ഉരുളിയുടെ വക്കിൻ്റെ മുകളിലൊരു തുള്ളി മണ്ണെണ്ണ വീഴ്ത്തി. ഈ ഒരു തുള്ളി മണ്ണെണ്ണ കൊണ്ട് 10,000 ലിറ്റർ പാൽപ്പായസത്തിൻ്റെ മണം മാറുമോ? അല്ലെങ്കിൽ 10,000 ലിറ്റർ പാൽപ്പായസം കൊണ്ട് ഒരു തുള്ളി മണ്ണെണ്ണയുടെ മണം മാറുമോ? ഉത്തരമൊന്നും വേണ്ട, പിന്നെ നോക്കിയാൽ മതി. മനസ്സിലാവില്ലേ? ഇതാണ് സംസർഗദോഷം എന്ന് പറയുന്നത്. ഇത്ര നല്ല പാൽപ്പായസം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം? ഒരു തുള്ളി മോര്, എന്താ ഒരു തുള്ളി മോര് നമ്മളങ്ങനെ കോരിയെടുക്കുമ്പം ഒരു തുള്ളി ആ ഉരുളിയിൽ വീണാൽ ആ പായസം എന്താവും? പാൽപ്പായസം, ഉരുളി നിറയുള്ള പാൽപ്പായസം. ഇനി മോര് വേണ്ട, ഒരു തുള്ളി പുളി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുളിയുള്ള ജാതി എന്തെങ്കിലും ഒന്ന് പിന്നെ പാൽപ്പായസത്തിൽ വീണാൽ കുറച്ച് കഴിഞ്ഞാൽ എന്താവും? കുറച്ച് കഴിയുമ്പോഴേക്ക് പാൽപ്പായസത്തിന് 56 വയസ്സാവും, പിരിയും. ആരും ഇത്ര വേഗം പിരിയല്ലേ? നമ്മളാരും വിചാരിച്ചില്ല ഇത്ര വേഗം VRS എടുത്ത് പിരിയും. ആരും 56 ആവാതെ. ശരിയല്ലേ ഇത്? ഒരു തുള്ളിയേ വേണ്ടു. മോരായാലും ഇനി പുളിയായാലും എന്തായാലും ആ പാൽപ്പായസം മുഴുവനും പാൽപ്പായസം അല്ലാതെ കണ്ട് ചീത്തയായി കഴിക്കാനൊന്നും കൊള്ളാതെ കണ്ട പാൽപ്പായസം പിരിഞ്ഞ് വേറെ വേറെ ആയാലും എന്താ ഈ മോശമായി കൊള്ളില്ല കണ്ടില്ലേ? പിന്നെ അത് കഴിച്ചാലും വയ്യാണ്ടേ ആവും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതാ പറഞ്ഞ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംസർഗത്തെ നോക്കണം. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നോക്കൂ. കൈകൈ എത്ര നല്ല മട്ടിലല്ലേ രാമൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പുറപ്പെട്ട കൈകൈ. ഇനി കൈകൈ എത്ര വേഗം മാറിപ്പോണത് നമുക്ക് തന്നെ തോന്നി, ഇങ്ങനെ ആൾ മാറിപ്പോകുമെന്ന്. ശരിയല്ലേ ഇത്? അങ്ങനെ മാറിപ്പോവും. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കാണില്ലേ എത്ര നല്ലോണം നടന്ന ആളെ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നോ അങ്ങനെ ചെയ്തു ഇത്രയെന്ന് കണ്ടോ പെട്ടെന്ന് മാറിപ്പോണത്. അപ്പം ജലജാതി സംസർഗങ്ങൾ വല്ലാതെ നമ്മളെ ദൂഷിപ്പിക്കും. അതുകൊണ്ട് എത്ര വലിയ നിലയിലെത്തിയെന്ന് നമ്മൾ വിചാരിച്ചാലും എന്ത് ചെയ്യരുത്, ആ നിലവിട്ട് ഒന്നിലും പുറപ്പെടരുത്. കാരണം എന്താണെന്നറിയോ? എത്ര ഉയരത്തിലെത്തിയാലും വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ ഉയരം കൂടുന്നതിനനുസരിച്ച് വീഴ്ചയ്ക്ക് പരിക്കും കൂടും. ഇപ്പം ഇവിടെ ഇരുന്ന് അങ്ങോട്ട് വീഴും പോലെ ഉണ്ടാവണ പരിക്കാവില്ല. തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടുന്ന് താഴേക്ക് വീണ പരിക്ക് കുറച്ചും കൂടി കൂടും. അപ്പം അതുകൊണ്ട് വലിയ നിലയിലെത്തിയ ആൾ താഴേക്ക് പതിക്കുക വെച്ചാൽ വല്ലാതെ ഇങ്ങോട്ട് മോശമാവും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് സംസർഗം എപ്പോഴും നോക്കണം കേട്ടോ. സംസർഗം ഇപ്പം നമ്മൾ ഈ ഭാഗവതമൊക്കെ വായിക്കുമ്പം അക്രൂര എന്നൊരു മഹാത്മാവിനെ കണ്ടിട്ടില്ല? എന്താ അദ്ദേഹത്തിൻ്റെ പുറപ്പാടൊക്കെ അല്ലേ? അക്രൂരോ പിച്ചതാം രാത്രിയും മധുപുര്യാം മഹാമതേ ഉഷിത്വ. അന്നത്തെ ദിവസം ഭഗവാനെ കാണാനും കൂട്ടിക്കൊണ്ടുവരാനും പോയിക്കോളൂ എന്ന് കംസൻ പറഞ്ഞതിൻ്റെ ശേഷം അന്ന് രാത്രി ഉറങ്ങാനും പറ്റിയില്ല, ഉണ്ണാനും പറ്റിയില്ല, ഇരിക്കാനും പറ്റിയില്ല, നിൽക്കാനും പറ്റിയില്ല,
പറ്റിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടില്ല. അത്രയ്ക്ക് അങ്ങോട്ടേ ഭഗവാന്റെ തൃപ്പാദത്തിൽ എന്നിട്ട് എന്താ പറഞ്ഞത്? കിന്നുമേ ആചരിതം ഭദ്രം. എന്തേ ആവോ പുണ്യം ചെയ്തത് ഇത്രയൊക്കെ കേമായിട്ട് തനിക്കിപ്പം ഭഗവാനെ ഇല്ലേ? അതെ ഞാൻ നമസ്യേ നമസ്കരിക്കാൻ പോവുമല്ലേ എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ട് പോയി ആള് ആ വെള്ളത്തിൽ ഭഗവാനെ കണ്ടിട്ട് എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞതില്ലേ? എന്തൊരു ജാതി സ്തുതിയെ സ്തുതിച്ചത്. നമ്മൾ അപ്പളേ അക്രൂര് എന്ന് കേൾക്കുമ്പോൾ തന്നെ എണീറ്റ് നിന്ന് മുണ്ടൊക്കെ മടക്കഴിച്ചിട്ട് തൊഴാൻ തുടങ്ങിയതാ. ഏത് അദ്ദേഹത്തിൻ്റെ ഈ പോക്ക് കണ്ടപ്പം ശരിയില്ലേ? ആ അക്രൂരാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായത്? ആസ്യമന്തക മണി കേസിലൊക്കെ പെട്ട് കഷ്ടത്തിലായി, കൃതവർമാവിൻ്റെ ഒക്കെ കൂടെ കൂടി കഷ്ടത്തിലായിട്ട് അപ്പം നമുക്ക് തോന്നി ഇയാളോ അയാളോ ഇയാളെന്ന്. എന്തിനാ ഈ ഭാഗവതത്തിൽ ഇത് പറഞ്ഞത്? ചേച്ചി ഇങ്ങനെ ഒരാളെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇതുപോലൊരു മഹാത്മാവാണ് ഉദ്ധവര്. അദ്ദേഹം അന്നും ഇന്നും എന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ സംസർഗം എപ്പോഴും ഭഗവാന്റെ കൂടെയാണ്. ആരുടെ? ഉദ്ധവരെപ്പോഴും ഭഗവാന്റെ ആ നിഴല് പോലെ നടക്കുകൊണ്ട് ആ മണം ഗുണം അവിടെ ചാർത്തി ചെയ്താണ് ഇവിടെ, അവിടെ നേതിച്ചതേ ഇവിടെയുള്ളൂ, അവിടത്തേതേ ഇവിടെയുള്ളൂ, അവിടുന്ന് പറയണ്ടേ ഇവിടെയുള്ളൂ, അവിടെ നടക്കുമ്പോഴേ ഇവിടെ നടക്കുള്ളൂ, അവിടുത്തെ നിഴൽ നോക്കിയിട്ടേ ഇവിടെ നടക്കുള്ളൂ, അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാം ഇവിടുത്തേടേണേ. അതുകൊണ്ട് മറ്റേത് എന്താണ്ടായി? ഇടയ്ക്ക് ലേശം വഴി മാറിപ്പോയി. എന്തുണ്ടായി? ലേശ സത്യഭാമയുടെ കാര്യത്തിലും പിന്നെ മറ്റേ വലിയ വലിയ വില പിടിച്ച രത്നല്ലേ സമന്തകമണിയുടെ കാര്യത്തിലൊക്കെ ലേശം അങ്ങോട്ട് പോയി. അതുകൊണ്ടാണ് പറഞ്ഞത് കനകം മൂലം കാമിനി മൂലം പുഷ്പാഞ്ജലിയാ. ഷീട്ട് പുഷ്പാഞ്ജലി ഷീട്ടല്ല, കനകം മൂലം കാമിനി മൂലം മറ്റേത് പൂരാടം അതല്ല. കനകം മൂലം കാമിനി മൂലം കലഹം കൊണ്ട് കനകവും കാമിനിയും രണ്ട് അന്തല്യായി അതിൻ്റെ ഇടയിൽ കയറി വന്നപ്പം മറ്റേ മഹിമയൊക്കെ പോയില്ലേ. അത് കയറി വരാൻ കാരണമായതാരാണ്? ശതധന്യവും കൃതവർമാവും കൂടി കൂടിയ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടിയതാണ്. ഇല്ലേച്ച ദേഹം നല്ല മട്ടുമാതിരിയായിട്ടിരിക്കും. അപ്പം അതിന് കൂട്ടുകെട്ട് എപ്പോഴും നമ്മൾ സലോണം സൂക്ഷിച്ച് ശ്രദ്ധിച്ചും കൊണ്ടുവന്നു. അത് എത്ര വലിയ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? ഈ കുട്ടികൾക്ക് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, മുതിർന്നവർക്കാ പറഞ്ഞു കൊടുക്കണ്ട. എന്താ കാരണം? ശരിയല്ലേ? നമ്മുടെ നാട്ടിൽ കുട്ടികൾ മുതിർന്നവരെന്നൊക്കെ വ്യത്യാസമുണ്ടോ? ഇതിനൊക്കെ ഓരോ കൂട്ടുകൂടി പോയാൽ നമ്മൾ കണ്ടിട്ടില്ലേ? നന്നായിട്ട് തീർന്നതുകൊണ്ട് ചീത്തയായിട്ട് അതിൻ്റെ നമ്മളെപ്പോഴും ജാഗ്രത വെക്കണം. ആരുടെ കൂടെ എങ്ങനെ കൂടണം എന്നുള്ളതിനെക്കുറിച്ചൊരു ജാഗ്രത. എത്ര വലിയ പ്രായമുള്ള ആളാണെങ്കിലും, ഇനി എത്ര വലിയ മഹിമയുള്ള ആളാണെങ്കിലും, എത്ര പ്രാപ്തിയും വിവരമുള്ള ആളാണെങ്കിലും, എന്തൊക്കെ സ്ഥാനവും സ്ഥിതിയും ഉള്ള ആളാണെങ്കിലും ഇത് സൂക്ഷിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ ആ സംസർഗത്തിന് അനുസരിച്ച് മോശമായതിൻ്റെ കൂടെ നമുക്ക് സംസർഗിച്ചാൽ നമ്മൾ അറിയാതെ അപ്പം നല്ലത് ഏതാണ് അത് അല്ലേ ചീത്ത ഏതാണ് എന്ന് മനസ്സിലാക്കി നല്ലതിനെ എടുക്കാനും ചീത്തയായതിനെ കളയാനും ഒരു വകതിരിവ് നമ്മൾ ഉള്ളിൽ ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ പേരാണ് വിവേകം. ആ വിവേകം ഇല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. വിവേകം പ്രധാനമാണ് കേട്ടോ. അതിനാണ് നമ്മൾ അപ്പം ഇത് ഇവിടെ എന്താ ഉണ്ടായത്? ഈ കൈകേയിക്ക് ആ പ്രാപ്തി കൈകേയിക്ക് ഉണ്ടായില്ല. ഏത് പ്രാപ്തി? ഇവള് തൻ്റെ കൂടെ വന്ന് താമസിക്കുന്ന ദാസിയാണെങ്കിലും പറയണത് ചീത്തയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അയ്യയ്യ ഇങ്ങനെ പറയാൻ പാടില്ല, എന്താ അത് എന്ന് പറഞ്ഞു വെച്ചാലും ആ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ആർക്ക് പറ്റിയില്ല? കൈകേയിക്ക് പറ്റി. എന്തുകൊണ്ട് പറ്റിയില്ല? കൈകേയിക്ക് അതിൽ ഒരു ചെറിയ മരുന്ന് പണി ആര് കൊടുത്തു? മന്ധര കൊടുത്തു. എന്താ പറഞ്ഞത്? കൈകേയിയെ നീ ഇങ്ങനെ ഇരുന്ന് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നോളൂ. എന്താ ഉണ്ടാവാൻ പോണേന്നറിയൂ? നാളെ രാമൻ അങ്ങോട്ട് രാജാവാവും. രാമൻ രാജാവായാൽ എന്തുണ്ടാവും? രാമൻ്റെ അമ്മ രാജമാതാവായിട്ട് കസേരയിലിരിക്കും, കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. നീയും എൻ്റെ മകനും പിച്ച തെണ്ടി റോഡുമ്മിൽ കെട്ട് മാറാപ്പായിട്ട് നടക്കും. രാജാവ് കുറച്ച് കഴിഞ്ഞാൽ ചത്തുപോവുകയും ചെയ്യും. നീ എന്ത് ചെയ്യും? കഴിഞ്ഞോ നിൻ്റെ കാര്യം? രാമൻ തന്നെ നോക്കുവോ? നിൻ്റെ കഥ നിനക്കും മകനും ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയുണ്ട്? ഞാൻ എൻ്റെ നന്മയ്ക്കാ പറഞ്ഞു. എനിക്കിപ്പോൾ എന്ത് ലാഭമുണ്ട് ഇതിൽ? നിങ്ങൾ രാജാവോ പ്രജ ആരായാലും എനിക്കിപ്പോൾ എന്താ? ആര് ചോദിച്ചു? മന്ധര. അപ്പം നമ്മളെ കൈകേയി ചിന്തിച്ചു, ശരിയല്ലേ ഇത് കണ്ടോ? ഇവിടുന്നാ തുടങ്ങണതേ. അപ്പം ആ ഒരൊറ്റ വാചകത്തിന് എന്ത് പോയി? അതാണ് എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ആ ധർമ്മം കടന്നു കയറി. എപ്പോഴാണെന്നറിയൂ? കാമോദ്ഭവാത് എന്നാണ്. എന്താണ് കാമോദ്ഭവം? ചില കാമനകൾ പുറപ്പെട്ടു വന്നാൽ അപ്പം അധർമ്മത്തേക്ക് തിരികെ. അതുകൊണ്ടാണ് ശങ്കര ഭഗവത്പാദർ ഭാഷ്യത്തിൽ പറയും അനുഷ്ഠാതൃണാം കാമോദ്ഭവാത് ഹീയമാന വിവേക വിജ്ഞാന ഹേതുക്കേന അധർമ്മേണ അഭിഭൂയമാനേ ധർമ്മേ പ്രവർത്തമാനേ ച അധർമ്മേ എന്ന് പറഞ്ഞു തുടങ്ങും ഭാഷ്യത്തിൽ. ഭഗവത്ഗീതയുടെ ഭാഷ്യയാണത്. എന്താർത്ഥം? അനുഷ്ഠാതൃണാം കാമോദ്ഭവാത് നല്ലവണ്ണം നന്നാണ് അനുഷ്ഠിച്ച് നടക്കണവർക്ക് കാമം ഉണ്ടാവുമ്പം ഹീയമാന വിവേക വിജ്ഞാന ഹേതുക്കേന.
ഹീയമാനം ഇല്ലാണ്ടാവും. എന്ത്? വിവേകം വിവേകം ഇല്ലാണ്ട്. വിവേകം പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ പറഞ്ഞ സാധനത്തിൻ്റെ പേരാ വിവേകം. അതില്ലാണ്ടാവും. വിജ്ഞാനോ വിവരവും ഇല്ലാണ്ടാവും. വിവേകവും പോയി വിവരവും പോയി, പിന്നെ എന്തുണ്ടാവും? അപ്പോഴാണ് അധർമ്മേണ, അധർമ്മം വന്ന് കയറി അഭിഭൂയമാനേ ധർമ്മേ, നമ്മുടെ കയ്യിലിരിക്കുന്ന ധർമ്മത്തിൻ്റെ സമ്പ്രദായത്തെ അങ്ങോട്ട് ഇല്ലാണ്ടിയാക്കും. അപ്പം എന്താവും? നമ്മൾ ധർമ്മത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റി ഏത് വഴിയിലേക്കാവും? അധർമ്മത്തിൻ്റെ ഈ തീവണ്ടി പോകുമ്പോൾ കണ്ടറില്ലേ കുറേ പാളങ്ങളുണ്ടാവും. എന്നിട്ട് പാളങ്ങൾ ഇങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ കിടക്കണണ്ടല്ലേ. എന്നിട്ട് ചില വണ്ടി ഇങ്ങനെ വരുമ്പോൾ തോന്നി അതിയാണോ ഇപ്പോൾ വരിക, ഇതിയാണോ വരിക, അതിയാണോ വരിക, ഇതിയാണോ വരിക. നമ്മളിങ്ങനെ സംശയിക്കുക ഏത് പാളത്തിന്മേൽ കൂടിയാണ് വരിക എന്ന് നോക്കും. അപ്പോൾ അവർ മറ്റവരെന്ത് ചെയ്യും? മറ്റേ സാധനം കൊണ്ട് വലിക്കുമ്പം ആ മറ്റേ സാധനം ഇവിടെ വന്നുകൊണ്ട് ഒട്ടിപ്പിടിക്കും. അപ്പോൾ വണ്ടി നമ്മൾ വിചാരിക്കാത്ത പാളത്തിന്മേൽ കൂടി വിട്ടു പോകുന്നു. എപ്പോഴാണ് ഈ പാളം മാറി ട്രാക്ക് മാറുക എന്ന് പറയാൻ പറ്റും. നമ്മൾ നല്ല പാളത്തിനും കൂടി പോവുമായിരുന്നു, പെട്ടെന്നാണ് ട്രാക്ക് മാറിയിട്ട് എന്താ ചെയ്ത്? ട്രാക്ക് മാറുക പറഞ്ഞാൽ മനസ്സിലായി. ട്രാക്ക് വെച്ചാൽ പാളം പോണ വഴി മാറി. സൂക്ഷിക്കണം കേട്ടോ, ജീവിതത്തിൻ്റെ പാളം മാറിയ വലിയ കഷ്ടം. ഒരു പാളം നമുക്കുണ്ടാവണം. തീവണ്ടി പാളത്തിൻ്റെ മുകളിൽ കൂടി പോകുമ്പോൾ ഇപ്പം മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കോ മംഗലാപുരത്ത് നിന്ന് പാലക്കാട്ടേക്കോ എന്ത് പോയിക്കോളും? തീവണ്ടി ഇങ്ങനെ പോയിക്കോളും, ഒരു വിഷമവും ഇല്ല, ശരിയല്ലേ? പക്ഷേ വണ്ടി പാളം തെറ്റിയാൽ ചിലപ്പോൾ കുളക്കുത്തേക്കും രാമനാട്ടിലേക്കൊക്കെ വരും. ആരും പറയാൻ പറ്റില്ല. എവിടേക്കാ വരിക എന്ന് പറയാൻ പറ്റില്ല. പാളം തെറ്റിയ വണ്ടി എവിടേക്കാ പോവുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. പാളത്തുമ്പിൽ ഇരിക്കണ വണ്ടി പോണ സ്ഥലം എല്ലാവർക്കും പറയാം. എന്താ കാരണം? അതൊരു അപ്പോൾ പാളം ചെന്ത നമ്മളൊക്കെ ഒരു പാളത്തിൻ്റെ മുകളിലാണ്. എന്ത്? ധാർമ്മികതയുടെ ഒരു പാളം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് വയ്യ പാടില്ല, ചെയ്യാൻ പാടില്ല, അങ്ങനെ പാടില്ല, ഇതേ വയ്ക്കോ അത് വയ്യ എന്നൊക്കെ ഒരു വകതിരിവ് നമുക്കില്ല. അതാണ് നമ്മുടെ പാളം. ആ പാളം തെറ്റിയാൽ നമ്മളെന്താവും? എന്തിനും അതാണ് അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, ജ്യേഷ്ഠനെ കൊന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റേ ജാതി ചെയ്തു, ചീത്തത്തം കാണിച്ചു, വേണ്ടാത്തരം കാണിച്ചു എന്നൊക്കെ പറയില്ലേ നമ്മൾ. അത് ഈ പാളം തെറ്റുമ്പോഴാണ്. അത് പാളം തെറ്റാണ്ട് നോക്കണം കേട്ടോ. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. അല്ലാതെ ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ഏത് കഥ? മന്ധരമാളികേമയ്ക്ക് കയറിയതും പിന്നെ ചെയ്ത പണിയൊക്കെ ആർക്കാ ശല്യാത്തത്? അത് ശല്യാത്തൊരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം. അപ്പം അതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട കാര്യം ഇതാണ്. അത്രയ്ക്കാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു സത്വാം അഭ്യുദയേ പ്രാപ്തേ മന്ധരെ, നല്ലൊരു നന്മ ഉണ്ടാവുന്ന കാലത്ത് ഈ ജാതി ഇങ്ങനെ ഭവിഷ്യതിജ കല്യാണേ കിമർത്ഥം പരിതപ്യസേ എന്ന് ചോദിച്ച ആളാണ് ആര്? നല്ലൊരു കല്യാണം വെച്ചാൽ ഒരു മംഗള സന്ദർഭം വരുമ്പം എന്തിനു നീ ഇങ്ങനെ വേണ്ടാത്തതിന് പുറപ്പെടുന്നു? അതുകൊണ്ട് യഥാമേ ഭരതോ മാന്യസ്തഥാ രാഘവൻ രാമനും രാഘവൻ ഭരതനും എനിക്ക് സമമാണ്. നീ എന്ത് പറഞ്ഞാലും കൗസല്യാതോതിരിക്കുന്ന കൗസല്യയുടെ അവിടത്തേക്കാളും കുട്ടി എന്നോടാണ് എന്ത് ചെയ്യണത്? സ്നേഹം കാണിക്കണത്. എനിക്കിഷ്ടമുണ്ട്. അതിനൊന്നും എനിക്ക് എന്ത് വേണ്ട? സർട്ടിഫിക്കറ്റ് ഒന്നും ആരുടെയും വേണ്ട. രാജ്യം ച യതി രാമസ്യ ഭരതസ്യാവി, രാമൻ്റെ കയ്യിലാണ് രാജ്യമെങ്കിൽ അത് ഭരതൻ്റെയും കൂടി കയ്യിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താ വെച്ചാൽ അവരത്രയ്ക്ക് സ്നേഹ. രാമൻ്റെയാണ് രാജ്യം എന്ന് പറഞ്ഞാൽ രാജ്യം ആരുടെയാണ്? എൻ്റെ ഭരതൻ്റെ. എന്താ കാരണം? ആ കുട്ടി അത്രയ്ക്ക് ഇഷ്ടമാണ് ആർക്ക്? രാമനെ. എനിക്കറിയില്ലേ, എൻ്റെ ഷീട്ട് വേണം എനിക്ക്. ആര് ചോദിച്ചു? കൈകൈക്ക് ദേഷ്യം വന്നു. ചീത്തത പറയാ കുട്ടികളെ കൊണ്ട്. സൂക്ഷിച്ച് സംസാരിക്കണം നീ. അത് ഞാൻ എന്നോട് ചോദിക്കുകയാണേ, അതുകൊണ്ട് പറയണേ. അനർത്ഥദർശിനി അതല്ലേ പറയണത്? ഇതേ കൈകൈയുടെ വാക്ക് കേട്ടിട്ട് തിരിച്ചു പറഞ്ഞ വാക്കാത് മന്ധര. കൈകൈ ഇങ്ങനെ നല്ല വാക്ക് പറഞ്ഞപ്പം തിരിച്ചു പറയാം അനർത്ഥദർശിനി. ഞാൻ നല്ലത് പറയുമ്പം അതിൽ നീ ചീത്തത്തം കാണുന്നു. ആര് പറയണു? ഞാൻ നല്ലതാ പറഞ്ഞ അനർത്ഥദർശിനി. മൗർഖ്യാത്. മൗർഖ്യം മൂർഖത വിഡ്ഢിത്തം. മൂർഖൻ എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞാൽ വിഡ്ഢി എന്നർത്ഥം. മലയാളത്തിൽ പറഞ്ഞാലോ ഓടണം എന്നർത്ഥം. എന്താണ് അല്ലേ? മലയാളത്തിൽ മൂർഖൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മനസ്സിലാക്കേണ്ടത്? മൂർഖൻ പാമ്പിനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? കസേര കൊടുത്തിരുത്തുവോ? ഇല്ല, പേടിച്ചോടല്ലേ ചെയ്യുക. അപ്പം മൂർഖൻ എന്ന് വാസ്തവത്തിൽ മൂർഖൻ ഒരു വിഡ്ഢിയാണ്. മലയാളത്തിലാണെങ്കിലും മൂർഖ പാമ്പ് ഒരു വിഡ്ഢിത്തുള്ള ആളാണ്. അതിൻ്റെ മുമ്പിൽ കൂടി വന്നാലേ അത് കടിക്കുള്ളൂ. പിമ്പിൽ കൂടി വന്ന് മണ്ടയ്ക്ക് പിടിച്ചിട്ടാണ് പിടുത്തക്കാരൻ എന്ത് ചെയ്യണത്? കൊണ്ടുപോകണതേ. അപ്പോൾ അതിന് അങ്ങനെ ഒരു വിവരം വേണ്ട. പിമ്പിൽ കൂടി വരും ജാതി ആൾക്കാരൊന്നും ഒരു ചെറിയ വിവരമല്ലേ ആയുണ്ട്. അതൊക്കെ എന്താ പറഞ്ഞു വെച്ചാൽ ജന്തുക്കൾക്കൊക്കെ ജൈവികമായ ഒരു ക്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ മാതിരി എന്തില്ല, ഒരു സാംസ്കാരികമായ ക്രമം ഇല്ല. അവർക്ക് അവരുടെ ജീവകോശത്തിൽ എന്താണോ എഴുതി വെച്ചത്, ആ ജെനറ്റിക്കൽ അല്ലെങ്കിൽ ജന്മസിദ്ധമായ ചില സമ്പ്രദായങ്ങളല്ല. പശു പുല്ലേ തിന്നുള്ളൂ ഇല്ലേ, നല്ല പുല്ല് തിന്നൂല്ല. അതൊക്കെ അവരുടെ ജൈവികമായതാണ്. മനുഷ്യരാണെങ്കിലോ കിട്ടിയത് എന്തും തിന്നും, മനുഷ്യനെ തന്നെയും തിന്നും. ഒഴിഞ്ഞു കിട്ടിയാൽ എന്ത്
അതിനങ്ങനെ പുസ്തകത്തിൽ എഴുതി ശരിയല്ലേ? എന്ത് മനുഷ്യൻ ഇന്നത് മട്ട നോക്കണ്ടോ? അതാണ് മനുഷ്യന് ജന്തുക്കളെക്കാളും മാറിയിട്ടൊരു സമ്പ്രദായം ഉണ്ട്. ജന്തുക്കൾക്ക് അതല്ല, അവരുടെ ആ ഒരു മട്ടിലേ അവർ ഏത് നാട്ടിലും ജീവിക്കുള്ളൂ. നമ്മുടെ നാട്ടിലെ പശു ഏത് നാട്ടിലെ പശുവും പശു തന്നെയാണ് എമ്പേനേ പറയുള്ളൂ, പുല്ലും വെള്ളേ അത് പതിവുള്ളൂ, അതൊരു മാറ്റവും ഇല്ല. സിംഹം കടുവയ്ക്ക് ഗതി കെട്ടാൽ അത് കോപ്പി എഴുതാനൊക്കെ നന്ന്, പക്ഷെ ഇതുവരെ ഒരു പുലിയും ഗതി കെട്ടിട്ട്